ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെറൈറ്റി പുട്ട് തയ്യാറാക്കാം. ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. അതുമാത്രമല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പുട്ട് തയ്യാറാക്കുകയും ചെയ്യാം. ഈ പുട്ടിൽ നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്താൽ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വൈറ്റമിനും ഫൈബറും എല്ലാം അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമുക്ക് തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യമായ പുട്ടുപൊടി നമുക്കൊന്ന് തയ്യാറാക്കാം. ഇതുപോലെ 2 ബൗളിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വലിയൊരു കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഈ പുട്ടുപൊടി അല്പനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കുന്ന സമയം കൊണ്ട് പുട്ടുപൊടി നല്ല പാകമായിട്ടിരിക്കും. ഇത് അജ്മിയുടെ പുട്ടുപൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ വറുത്തെടുക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് നനച്ച് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി വയ്ക്കാം. ഇനി ഈ പുട്ടുപൊടിയിലേക്ക് ആഡ് ചെയ്യേണ്ട മിക്സ് നമുക്കൊന്ന് തയ്യാറാക്കാം. ഇതുപോലെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടി പൊടിയായിട്ടൊന്ന് അരിയണം സവാള. ആ സവാള ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കറികളൊന്നും നമുക്ക് തയ്യാറാക്കണ്ട. ഈ കറി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുന്ന പുട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയും രുചികരമാണ്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യണം. ഉപ്പ് നമ്മൾ പുട്ടുപൊടി നനച്ചപ്പോഴും ചേർത്ത്, അതുപോലെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ പീസ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ പ്രോട്ടീൻ കണ്ടൻ്റ് അടങ്ങിയ ചിക്കൻ കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അതല്ല ചിക്കൻ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ക്യാരറ്റും സവാളയും മാത്രം ചേർത്തും തയ്യാറാക്കാം. വൈറ്റമിനും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ തയ്യാറാക്കി മക്കൾക്കൊക്കെ കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ഇനി ഇതിനോടൊപ്പം ഒരു മുറി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുട്ടുപൊടിയിലേക്ക് ആഡ് ചെയ്യേണ്ട മിക്സ് ഇവിടെ തയ്യാറായി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. വളരെ രുചികരവും ഹെൽത്തിയുമായ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, വെറും 5 മിനിറ്റ് മതി. അതുപോലെ ഇതിനോടൊപ്പം നമുക്ക് മറ്റ് കറികളൊന്നും ആഡ് ചെയ്യേണ്ട. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ നനച്ച് വെച്ചിരുന്ന പുട്ടുപൊടിയിലേക്ക് ഈ മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ക്യാരറ്റും എല്ലാം ചേർത്ത മിക്സ് നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൈവച്ചാവുമ്പോൾ ഈ പുട്ടുപൊടിയും ഈ ചിക്കൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ പറ്റും. ഇതുപോലെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ പുട്ടുപൊടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. പുട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും അറിയാം, സാധാരണ എല്ലാ വീടുകളിലും പുട്ട് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിതിനോടൊപ്പം പ്രത്യേകിച്ച് കറികളൊന്നും തയ്യാറാക്കണ്ട. അതുപോലെ മക്കൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഇതുപോലെ ഈ പുട്ട് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അത്രയും രുചികരമാണ്. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.